ഡിസ്ട്രിക്ട് കളക്ടർക്ക് മാരുതി 1000 പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലേക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ഓർഡർ പാസ് ചെയ്തു. എന്താ കളർ ഇഷ്ടപ്പെട്ടോ? ഇല്ലെങ്കിൽ ഞാൻ സ്വന്തം സിയറ യൂസ് ചെയ്യും. കുറച്ചിൽ സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കുവാ. ഞാനും തന്നെ പോലെ ഒരു നാടിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ പഠിക്കുന്ന കാലത്ത്. IPS സെലക്ഷൻ കിട്ടിയപ്പോ പാർട്ടി വിട്ടു. പിന്നെ എന്റെ ശുക്രൻ ഉദിച്ചു, വിജിലൻസ് IG വരെയായി. സാറ് 964 പാർട്ടി വിട്ടതല്ല. സാറിന്റെ ദുർനടപടിക്ക് പാർട്ടി സാറിനെ പുറത്താക്കി. ഉദുമയിലുള്ള സഖാവ് സുഗണൻകുട്ടിയുടെ വിധവയെ പുകയിലപ്പാടത്തിട്ട് വായിൽ കമ്മ്യൂണിസ്റ്റ് പച്ച തിരികെ കയറ്റി. ബാക്കി ഞാൻ പറയണോ സാർ? കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലിട്ട് ഞാൻ സാറിനെ തല്ലി മെതിച്ചിട്ടുണ്ട്. ഈ കൈ കൊണ്ട് ആദ്യം അവസാനമായി ഒരു പോലീസുകാരനെ തല്ലിയത് അങ്ങനെയാ. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. IPS തൊപ്പി തലയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ സാറിന്റെ പേര് പാർട്ടി വെട്ടി. ഞാനിപ്പോഴും പാർട്ടി തന്നെ ഉണ്ട്. ആർട്ടി, വിജിലൻസ് IG ഒന്ന് മാറി നിൽക്കേ. അല്ലെങ്കിൽ വേണ്ട, ആർട്ടി വരൂ. ഞാൻ അങ്ങോട്ട് വരൂ. പിള്ളേ അതിങ്ങെടുക്ക. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫ് ട്രിവാൻഡ്രം സിറ്റി അപ്പോയിന്റ്മെന്റ് ഓർഡറാ. ഇത് എന്റെ കൈ കൊണ്ട് തന്നെ ആർട്ടിക്ക് തരണമെന്ന് വലിയ മോഹമായിരുന്നു. ആ മോഹം അതിമോഹമാണ് ഇന്നലെ. മോളുടെ കൈ ഐശ്വര്യമുള്ള കയ്യാ. അങ്ങ് വാങ്ങു മോനെ. മോൾ എത്ര നേരം കൊണ്ട് പിടിച്ചോണ്ട് നിൽക്കുന്നു? ഇതൊരു തുടക്കമല്ലേ. ഇനി മോക്കുള്ളതെല്ലാം മോന്റെയും മോണ്ടതെല്ലാം മോളുടെയും അല്ലേ മോളെ? പിള്ളപ്പോ. സർ, യെസ്, 1 മിനിറ്റ്. എന്താ? ആദ്യം സാർ ഈ കവർ തിരിച്ചു വാങ്ങണം. എന്തിനാർടി? എനിക്കിത് തരാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കല്ല, സാറിനാണ്. മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് സ്റ്റേറ്റ് പോലീസിന്റെ ഡയറക്ടർ ജനറൽ ആണ്, അല്ലാതെ കണ്ണൻ മേനോന്റെ മകളുടെ ഓർഡറിയല്ല. ആ അധികാരം സുപ്പീരിയർ ഓഫീസേഴ്സ് എന്നോട് കാണിക്കണം. ഐ എം സോറി സാർ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. നമസ്കാരം. എങ്ങനെയുണ്ട് മറ്റേ ഗ്രൂപ്പുകാരുടെ കുത്തിരിപ്പൊക്കെ? കുഴപ്പമൊന്നുമില്ല സാർ. എന്താടോ മൂസേ, എവിടെയാ നിങ്ങളുടെ കളക്ടർ? എന്റെ മോള്. അയ്യോ, മോളകത്തുണ്ട്. പിന്നെ എല്ലാവരെയും നാളെ കാണാം. എനിക്ക് അല്പം വീട്ടുകാരെ സംസാരിക്കാം. പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഇതുപോലുള്ള പുരുക്കുട്ടന്മാരെ ആ ബോർഡ്സിന് ആവശ്യം. അതേക്ക് വരൂ. അകത്തോട്ട് ചെല്ലെന്ന് കോഴിക്കോട് നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു. ആദ്യം പിടിക്കേണ്ട നമ്മാനോട് പറ. സാൻഡ്രി ഓയിൽ കമ്പനിക്ക് പെർമിറ്റ് കിട്ടി. അതിനല്ല അച്ഛൻ വിളിച്ചത്. മോന്റെ ചോറുകൊണ്ട് ഗുരുവായൂർക്ക് ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയാനാ. ഇന്നലെ വരുന്നുണ്ടെന്ന്. വരട്ടെ. കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിക്കാൻ വരികയായിരിക്കും അവള്. എല്ലാം ഞാനും അച്ഛനും അറിയുന്നുണ്ട്. പരീക്ഷകള് എന്നാടി അവൾ കമ്മ്യൂണിസ്റ്റ് ആയത്? ചേട്ടാ, എല്ലാരും വെയിറ്റ് ചെയ്യുന്നു. എന്തിനാ കളക്ടർ കാമുകനെ വിളിച്ചിട്ട് സൽക്കരിക്കുന്നതാണ്? കളക്ടർ കാമുകനെ വിളിച്ചിട്ട് സൽക്കരിക്കുന്നുണ്ടെങ്കിലേ അവന്റെ ഒഫീഷ്യൽ ബംഗ്ലാവില. പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയ കാര്യം ചേട്ടന്റെയും അച്ഛന്റെയും ജനസേവനം കണ്ട് കണ്ണ് പുളിച്ചിട്ടാ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയത്. എന്തായി കാണിക്കുന്നേ? രാമദേവ നയനാർ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൂടുതൽ ഇന്ദിര പറഞ്ഞു. ആദ്യമായിട്ട് തന്റെ മുഖം ഞാൻ കാണുന്നത് മുസൂറിയിൽ നിന്ന് ഇന്ദിര അയച്ചു തന്ന നിങ്ങളുടെ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണ്. അതിൽ ഒരു ചുവന്ന വൃത്തത്തിനുള്ളിൽ അവൾ തന്റെ തല അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. Shall we come to the point, sir? ഈ അക്ഷമയും അസഹ്യതയുമാണ് നിങ്ങളുടെ ആളുകളുടെ ബേസിക് സ്വഭാവം. ഒരുപാട് നാളുകൊണ്ട് ഞാൻ മറിച്ചും തിരിച്ചും ചിന്തിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നയനാരെ. എന്ത് യോഗ്യത തന്നെ കണ്ടിട്ടാണോ ഞാൻ തന്നെ എന്റെ മരുമോനാക്കേണ്ടത്? നിങ്ങളുടെ ബയോഡാറ്റ ഇന്നലെ പറഞ്ഞപ്പോ തോന്നിയ ഒരു ക്യൂരിയോസിറ്റി കണ്ണൂരും തലശ്ശേരിയിലും പയ്യന്നൂരും ഒക്കെ വെറുതെ ഒന്ന് അന്വേഷിപ്പിച്ചു. മോള് കണ്ടുപിടിച്ച ഭാവി വരന്റെ പിതൃത്വം താടി പോയതാണെന്ന് തന്നെ കൂട്ടിക്കോ. ഒന്ന് പതുക്കെ ആട്ടടോ ഉണ്ണിനായരെ. ഉണ്ണിനായരെന്നല്ലേ തന്റെ അച്ഛന്റെയും പേര്? അല്ലല്ലോ, ഉണ്ണി നയനാർ. നായനാർ. നായനാർ അമ്മ ജാനകി. കണ്ണൂരിലെ സാധുബീഡി കമ്പനിയിൽ ബീഡി വെറുപ്പ്. പണ്ട് വീട്ടിൽ ഒരുപാട് സഖാക്കന്മാരെ ഒളിച്ചു താമസിപ്പിച്ചിട്ടുണ്ട് അല്ലേ? മതിയടോ. ആക്സിഡന്റിന് ശേഷം മുതുകിൽ ഇടയ്ക്കിടെ ചെറിയൊരു വേദന വരും. തളരുമ്പോ താങ്ങാൻ എനിക്ക് എന്റെ മോനും മോളും ഉണ്ടല്ലോ എന്നതാ ഒരു ആശ്വാസം. ഇടയ്ക്ക് വെച്ച് ഞാൻ വീണാൽ എന്റെ വഴി നടന്നു തീർക്കേണ്ടത് അവരാ. അതാണ് എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹമേ നടക്കൂ. നാഴി അരിക്ക് വകയില്ലാത്ത സഖാവ് ഉണ്ണിനയനാരുടെയും ബീഡിത്തൊഴിലാളിയായ സഖാവ് ജാനകിയുടെയും മകൻ വെറുമൊരു IPS കാരന്റെ അടുക്കള ഭരിക്കാൻ
അവളെ പറഞ്ഞു വിടണമെങ്കിൽ ഞാൻ അവളുടെ അച്ഛനല്ലായിരിക്കണം. അതാണ് എന്റെ യോഗ്യത കുറവെങ്കിൽ ഞാൻ ഇന്ദിരയിൽ കാണുന്ന ഏറ്റവും വലിയ കുറവ് അവൾ അങ്ങയുടെ മകളായി പോയി എന്നുള്ളതാ. ഇനി ഇന്ദിര എനിക്ക് വേണമെങ്കിൽ അതിന് നിങ്ങളുടെ ദയ ആവശ്യമില്ല. എന്നെ വേണമെന്ന് അവൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ അവൾ എന്റെ കൂടെ ഇറങ്ങി വരും. നായനാരുടെ നാവിന്റെ മൂർച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ആവേശവും ധൈര്യവും കളയരുത്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ആവേശവും ധൈര്യവും ചോരയിൽ ചേർന്ന് അത് കളഞ്ഞു പോവില്ല സർ. വെരി ഗുഡ്. നമുക്ക് ഇനിയും കാണേണ്ടി വരും മിസ്റ്റർ നയനാർ. തീർച്ചയായും കാണാം സർ. കഴിഞ്ഞില്ലടോ സാറന്മാരുടെ തീറ്റയും കൂടിയൊക്കെ. ഐ എം രാമദേവൻ നായനാർ. അതിന് ഞാനെന്ത് വേണം? തന്നെ തൊഴണോ? എന്നെ ഒന്ന് കമ്മീഷണറുടെ വീട്ടിലെത്തിച്ചാൽ കൊള്ളാം. പോലീസ് എസ്കോട്ട് ഉണ്ടെങ്കിൽ തന്നെ ബെൻസ് ഉള്ളൂ അല്ലേ സർ? തനിക്ക് എന്ത് വേണോ? യവന്മാർക്കൊക്കെ എസ്കോട്ട് പോകാനുള്ള അല്ല പോലീസ് ജീപ്പ്. സാർ വെളുക്കോളം വെള്ളം കോരിട്ട് കല ഉടക്കില്ല. ഉടഞ്ഞ എനിക്ക് പുല്ല മാതിയായിട്ട് തോട്ടിപ്പണി. ഞാനേ കാഞ്ഞിരപ്പള്ളി അച്ചായന 10 റബ്ബർ വെട്ടിയെ കിട്ടും 4 എറിഞ്ഞ് എണ്ണാനുള്ളത്. സേവിയർ ഇടിക്കുള മിടുക്കൻ. ഈ വീര്യം കളയരുത്. ഞാൻ രാമദേവൻ നായനാർ IPS. ഈ സിറ്റിയുടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിട്ട് എനിക്ക് ഇപ്പോ ഒരു തൊട്ടിൽ കെട്ടി തന്നിട്ടേ ഉള്ളൂ. സോറി സർ. ഇറ്റ്സ് ഓക്കെ. എനിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം. അതിന് കമ്മീഷണർമാരെ ഇപ്പൊ വീട്ടിൽ കാണില്ല സർ. പിന്നെ എവിടെ കാണും? പാറമടയിൽ. പാറമടയില്ല? അതെ, തിരുവൽപ്പാട് കൊലക്കേസ് കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കല്ലേ. നീയല്ലേ? ഞങ്ങൾക്ക് ബോംബുണ്ടാക്കാൻ അറിയില്ല. പാറ പൊട്ടിക്കുന്ന മരുന്നുണ്ട്. ബോംബുണ്ടാക്കാൻ പറ്റില്ല സാറേ. നിനക്കെന്നെ പരാതി ഞാൻ കേസ് തെളിയിക്കില്ലെന്നും റൂട്ട് മാറ്റി വിടുകയാണെന്നൊക്കെ. അതൊന്നും നേരിൽ കാണിച്ചു തരാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇവരാരുമല്ല എന്റെ ഭർത്താവിനെ കൊന്നത്, പിന്നെ നീയാണോ? കെട്ടിയവൻ ചത്ത് പുലവിളി കഴിഞ്ഞില്ല, അതിനുമ്പ് കേസെന്നും പറഞ്ഞ് നടക്കുന്നു ഒരു ശീലാവതി. തനിക്കെന്താ ഇവിടെ കാര്യം? ഇയാളാരാ? ഞാൻ പുതിയ ACP രാമദേവൻ നായനാർ. ജോയിൻ ചെയ്യാൻ വന്നത്. ഏതോ കൊലക്കേസ് കമ്മീഷണർ നേരിട്ട് അന്വേഷിക്കുകയാണെന്നും അടുത്തൊന്നും ഫ്രീ ആവില്ലെന്നും സേവിയർ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. ഒന്നും അറിയാത്ത പാവങ്ങളെ തല്ലി ചതയ്ക്കാണ് ഇവർ. ആരോടുള്ള പക തീർക്കുകയാണ്. എവിടെ തന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ? സോറി മാഡം, ഇത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. ഇതിൽ മനുഷ്യ രക്തം പുരളരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. താൻ എന്നെ പരിഹസിക്കുകയാണോ? സെർട്ടൻലി നോട്ട്. ഞാൻ നാളെ രാവിലെ മാഡത്തിന് ഓഫീസിൽ വന്ന് കണ്ട് ജോയിൻ ചെയ്തോളാം. നല്ല ഐശ്വര്യമുള്ള ആളാ. വന്ന് കയറിയത് വെളിച്ചോ കൊണ്ടാ. Red salute, present, on. Forward, march.